പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. ഉച്ചതിരിഞ്ഞ് 3 മണിയോടടുത്തു. ആരൊക്കെയോ കാറിൽ വന്നിറങ്ങുന്നത് അകത്തുനിന്ന് ശ്രീകുട്ടിക്ക് കേൾക്കാമായിരുന്നു. നീ ഇവിടെ നിൽക്കുവാണോ? അങ്ങോട്ട് ചെന്ന് എല്ലാവർക്കും ചായ എടുത്തു കൊടുക്കടി. ചെറിയമ്മയുടെ ഉറക്കെയുള്ള അട്ടഹാസം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അത് ചെറിയമ്മേ, എനിക്ക് അയാളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ആകെ വയസ്സ് എന്നതുപോലെ. ആഹാ, എന്നാ പിന്നെ എന്റെ പൊന്നുമോൾ ഇവിടെ തന്നെ കുത്തിയിരുന്നു. കൊണ്ടുപോവാൻ രാജകുമാരൻ വരും. തള്ളയും തന്തയും ചത്തു, ഇപ്പോഴും നോക്കിയിരിക്കുവോ അസത്ത്. വേഗം അങ്ങോട്ട് ഒരുങ്ങി വാവണ്ണേ. ചെറിയമ്മയുടെ തീരുമാനത്തിൽ മറുത്തൊന്നും പറയാനാകാതെ അവൾ ഈറനായ മിഴികൾ തുടച്ചു. അവർ തനിക്കായി കട്ടിലിൽ കൊണ്ടുവച്ചു പോയ സാരി മടിച്ചു കൈകളിലെടുത്തു. എത്ര വട്ടം കൊതിച്ചതാ വെള്ളയിൽ പൂക്കളുള്ള ഈ സാരിക്ക് വേണ്ടി. മറ്റൊന്ന് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു കാണും, അല്ലാതെ ചേച്ചി ഇത് തന്നുവിടില്ല. അവൾ ഒരു നെടുവീർപ്പോടെ ഓർത്തു. തനിക്ക് സ്വന്തമായി ആരുമില്ല ഒന്ന് വാങ്ങിത്തരാനും തന്നെ മകളായി കണ്ട് സ്നേഹിക്കാനും. ഭിത്തിയിൽ തൂങ്ങിക്കിടന്ന തന്റെ അച്ഛനമ്മമാരുടെ മുഖം നോക്കി അവൾ കരഞ്ഞു. ഏറെ നേരം അതിലേക്ക് തന്നെ നോക്കി നിൽക്കവെയാണ് വാതിൽക്കൽ ചെറിയമ്മയുടെ വിളി കേട്ടത്. നിലക്കണ്ണാടിയിൽ നോക്കി തന്റെ മുഖം കരഞ്ഞ് കൺമഷിയൊക്കെ പടർന്നിരിക്കുന്നു. മിഴികൾ തുടച്ച് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ തന്റെ സ്വപ്നങ്ങൾ തകർന്നടിയുകയാണെന്ന് അവൾ ഓർത്തു. ആ കേട്ടോ ബ്രോക്കറെ, അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ഒരു ദുഃഖവും അറിയിക്കാതെയാ ഞാൻ അവളെ വളർത്തിയത്. എന്റെ മക്കളെ പോലും ഇത്ര കണ്ട് ഞാൻ സ്നേഹിച്ചിട്ടില്ല. വെറ്റില ചുണ്ണാമ്പ് മുറുക്കി ചവച്ചുകൊണ്ടവർ പറഞ്ഞു. അല്ല, ലീലാമ്മയുടെ മക്കളൊക്കെ എവിടെയാ? ഒരാളുണ്ട് ഇവിടെ, വന്ദന. ആ ദേ, ഇതാ എന്റെ മോള് വന്ദന. അവർ തന്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ കെട്ടിപ്പിടുത്തത്തിൽ ചതുർത്തി തോന്നിയ മകൾ അല്പം അയഞ്ഞു നിന്നു. അമ്മയ്ക്ക് ഈ വെറ്റിലമുറുക്കൊന്ന് നിർത്തിക്കൂടെ? ആരും കേൾക്കാതെ അവൾ ചോദിച്ചു. ഇനിയൊരു മോള് കൂടിയുണ്ട്, ശ്രീരഞ്ജിനി. അവൾ അവിടെ ഇല്ല, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. ലീലാമ്മയുടെ മക്കളൊക്കെ നല്ല നിലയിലാണല്ലോ. ശ്രീകുട്ടിയെ പിന്നെ എന്താ പഠിക്കാനൊന്നും വിടാഞ്ഞത്? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അവൾ ഇതുപോലെ പഠിക്കുകയൊന്നുമില്ലെന്നേ, വെറുതെ കാശ് കളയാൻ. ബ്രോക്കറുടെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞു. അപ്പോഴാണ് പിന്നിലൊരു കാലൊച്ച കേട്ടത്. കയ്യിലിരിക്കുന്ന സ്റ്റീൽ പാത്രം അവളെപ്പോലെ തന്നെ കിടുകിട വിറച്ചുകൊണ്ടിരുന്നു. അങ്ങോട്ട് ചെന്ന് കൊടുക്കുമെണ്ണേ. ചെറിയമ്മ വിരുന്നുകാർക്ക് മുന്നിലേക്ക് ശ്രീകുട്ടിയെ ഉന്തിത്തള്ളി വിട്ടു. ടീപ്പോയിൽ ചായ ഗ്ലാസുകൾ നിരത്തി വെക്കുമ്പോൾ അറിയാതെ പോലും അവളുടെ കണ്ണുകൾ കെട്ടാൻ പോകുന്ന ചെക്കന് നേരെ നീണ്ടില്ല. അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നമുക്ക് മാറിക്കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, പുറത്തിഷ്ടം പോലെ സ്ഥലം കിടക്കുകയല്ലേ. അതാവുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും കിട്ടുകയും ചെയ്യും. എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു. മുറ്റത്തു പടർന്നു പന്തലിച്ച പന്നീർ ചാമ്പയുടെ ചുവട്ടിൽ രഘുനാഥ് തന്റെ പുതിയ റിസ്റ്റ് വാച്ചിലേക്ക് കണ്ണും നട്ട് നിന്നു. ലജ്ജ കലർന്ന മുഖത്തോടെ തനിക്ക് മുന്നിലേക്ക് വന്ന ശ്രീകുട്ടി എന്ന ആ പെൺകുട്ടിയെ അയാൾ വളരെ ഇഷ്ടത്തോടെ നോക്കി. ശ്രീകുട്ടി എന്നാണല്ലേ പേര്? ഒട്ടും ഗൗരവമിടാതെയാണ് അയാൾ ചോദിച്ചത്. ഇയാൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഒരുപാട് വട്ടം ഇയാളെ കണ്ടിട്ടുണ്ട്. എവിടെയെന്ന് അവൾ ചോദിച്ചില്ല. തീർത്തും മൗനമായിരുന്നു അവളിൽ. അയാൾ തുടർന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ദേവിക്ക് മാല ചാർത്തുന്ന തന്നോട് എന്തെന്നില്ലാത്ത ഒരു കൗതുകവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു എനിക്ക്. അവിടുത്തെ പൂജാരി പറഞ്ഞാണ് അറിഞ്ഞത് തനിക്ക് ചെറിയമ്മ അല്ലാതെ മറ്റാരും ഇല്ലെന്നും തന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു എന്നും. അപ്പോൾ മുതൽ തന്നെ എങ്ങനെയെങ്കിലും തന്നെ സ്വന്തമാക്കണമെന്ന് തോന്നി. അനുകമ്പ തോന്നിയിട്ടല്ല കേട്ടോ, ശരിക്കും ഇഷ്ടമായിട്ടാണ്. പിന്നെ ഈ രൂപം നോക്കണ്ട, ഇത് വെറും വെച്ചുകെട്ടാണ്. ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു നിർത്തി. വെച്ചുകെട്ടോ? അവൾ അറിയാതെ അവളുടെ നാവിൽ നിന്ന് ശബ്ദമുതിർന്നു. അതെ, നിന്നെ സ്വന്തമാക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് തോന്നി. ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ ഞാൻ നിന്നെ വിവാഹം ആലോചിച്ചു വന്നിരുന്നു. അന്ന് ചെറിയമ്മ നിന്നെ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു ആട്ടിയിറക്കി. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നിന്റെ കരച്ചിൽ ഉച്ചത്തിൽ എന്റെ കാതുകളിൽ ഞാൻ കേട്ടു. ആൾക്കാരെ വശീകരിച്ചു മയക്കുന്നവൾ എന്നും പറഞ്ഞു നിന്നെ അന്ന് പൊതിരെ തല്ലിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു നിമിഷം മനസ്സിൽ കുറിച്ചിട്ടതാണ് നിന്നെ എന്റെ ജീവന്റെ പാതിയാക്കുമെന്ന്. വാശിയോടെ അവർക്ക് മുന്നിൽ നിൽക്കുമെന്ന്. അയാൾ തന്റെ നരച്ച് എണ്ണ പറ്റിയ താടിയും മുടിയും ഇളക്കി മാറ്റി. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ അവൾ ചുറ്റിലും നോക്കി. പേടിക്കണ്ട,
ബ്രോക്കർക്കറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ചെറിയമ്മയും നിന്റെ ചേച്ചിയും അറിയില്ല ഒന്നും. വാക്ക്. ഞാൻ പോവാ, ഇനി നിൽക്കണില്ല. പക്ഷേ ദിവസവും മുടങ്ങാതെ അമ്പലത്തിൽ വരും ഈ മുഖം ഒരു നോക്ക് കാണാൻ. അതിനു മാത്രം തടസ്സം പറയരുത്. അവൾ താടി ഉയർത്താതെ ചെറുതായി പുഞ്ചിരിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ പുഞ്ചിരി. ആരായിരുന്നടി അവൻ? അപ്പോ രണ്ടുപേരും ചേർന്ന് നാടകം കളിക്കുമായിരുന്നല്ലേ? വീടിനുള്ളിലേക്ക് കയറിയതും പുറം പൊളിയണ മാതിരി ചൂലുകൊണ്ടുള്ള അടി പിന്നിൽ നിന്ന് കിട്ടി. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അയ്യോ ചെറിയമ്മേ, എനിക്കറിയില്ല അയാൾ ആരാണെന്ന്. സത്യമായിട്ടും എനിക്കറിയില്ല. എല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട വന്ദനയാണ് രഹസ്യങ്ങൾ അവരുടെ കാതിൽ എത്തിച്ചത്. ഇന്ന് മുഴുവൻ പച്ചവെള്ളം ഇല്ലാതെ ഇവിടെ കിടക്ക്. നിന്നെ അവൻ കൊണ്ടുപോകുന്നത് ഞാനൊന്ന് കാണട്ടെ. സ്റ്റോർ റൂമിലേക്ക് അവളെ തള്ളിവിട്ട് പുറത്തുനിന്ന് പൂട്ടി താക്കോലുമായി അവർ നടന്നകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അമ്പലമുറ്റത്ത് കാത്തുനിന്ന് അയാൾ ഇന്നും ഏറെ വിഷമത്തോടെ മടങ്ങി. അപ്പോഴാണ് ദേവിയുടെ തിരുസന്നിധിയിൽ ഒരു ബഹളം കേട്ടത്. തറയിൽ വീണ് കിടക്കുന്ന പെൺകുട്ടിയെ അയാൾക്ക് ഏറെ പരിചയം തോന്നി. അവൾ കൊണ്ടുവന്ന പൂമാല ദേവിയുടെ കഴുത്തിൽ അപ്പോഴും വാട്ടം തട്ടാതെ കിടപ്പുണ്ടായിരുന്നു. മുട്ടുകുത്തി അവളെ വീണ്ടും നോക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ശ്രീകുട്ടി, എന്താ പറ്റിയത്? തന്റെ മുഖത്തെന്താ ഇത്രയും ക്ഷീണം? എനിക്കിത്തിരി ഭക്ഷണം വാങ്ങിത്തരാമോ? എല്ലാവരും ചുറ്റിലും നിന്നൊഴിഞ്ഞു പോയതും അവൾ തീരെ അവശതയോടെ ചോദിച്ചു. കുടിച്ചു തീർത്ത വെള്ളത്തിന്റെ ബോട്ടിൽ അയാൾ ആൽത്തറയിൽ വെച്ച് അവളെ തന്റെ ചുമലിൽ ചേർത്ത് ചായപ്പീടികയിലേക്ക് നടന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലായിരുന്നോ? ചുറ്റിലും ആരൊക്കെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ശ്രദ്ധിക്കാതെ ദോശയും ചമ്മന്തിയും ആർത്തിയോടെ വാരിക്കഴിക്കുന്ന അവളെ കണ്ട് അയാൾക്ക് സഹതാപം തോന്നി. വീട്ടിൽ കൊണ്ടുവന്നാക്കട്ടെ? ചെറിയമ്മ അന്വേഷിക്കില്ലേ? വേണ്ട, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്. എനിക്കിനി അവിടേക്ക് പോകാൻ വയ്യ. പിന്നെ പിന്നെ എവിടെ പോവും ഈ സന്ധ്യക്ക്? ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എന്നെ കൂടി കൊണ്ടുപോകണം. യാചനയോടെ അവൾ അയാൾക്ക് മുന്നിൽ കൈകൂപ്പി. എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാനാവാതെ അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിലേക്ക് അയാൾ ആഹ്ലാദത്തോടെ നോക്കി. എന്നെ കൂടി കൊണ്ടുപോയിക്കൂടെ? ഞാൻ അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിച്ചുകൊള്ളാം. എന്റെ ദേവി, ഈ കേൾക്കുന്നത് സത്യമാണോ? അയാൾക്ക് സന്തോഷം കൊണ്ട് അവളെ പുണരണം എന്ന് തോന്നി. ഞാൻ ഇപ്പോ വരാം. അയാൾ സന്തോഷത്തോടെ അമ്പലനടകൾ കയറി. ഇക്കാലം അത്രയും കഴിച്ച പുഷ്പാഞ്ജലികൾ ഒന്നും വെറുതെ ആയില്ലല്ലോ. നട കയറാൻ തുടങ്ങിയതും അമ്പലത്തിൽ മണി മുഴങ്ങുന്നതും ഇരുവരും കേട്ടു. അയാൾ തിരിഞ്ഞു നിന്ന് അവളെ കൈനീട്ടി വിളിച്ചു. അപ്പോഴേക്കും പകലത്തെ സൂര്യൻ അന്തിച്ചൊന്നു തുടങ്ങിയിരുന്നു. പക്ഷികൾ ചേക്കേറാനായി പറന്നകന്നു. രഘുനാഥ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ നടകൾ ആവേശത്തോടെ കയറി തുടങ്ങി. ഒരിക്കലും തീരാത്ത ആ ജീവിത നൈർമല്യത്തിനായി. ഇനി ഒരിക്കലും തന്റെ പെണ്ണിന്റെ കണ്ണുകൾ നിറയാതിരിക്കാൻ അയാൾ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു.